എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറന്റിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു, ഓർഡറുകൾ സ്വീകരിക്കുന്നു, എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. വണ്ടൂർ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ കരുത്തനായ പ്രതിനിധി എ പി അനിൽകുമാർ സംസ്ഥാന മന്ത്രിയായി വീണ്ടും ചുമതലയേറ്റു. ഇത് 3ാം തവണയാണ് അദ്ദേഹം മന്ത്രി പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. എ പി അനിൽകുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം, അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വണ്ടൂർ സംവരണ നിയോജക മണ്ഡലത്തിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തോടെ തുടർച്ചയായി 6ാം തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. വണ്ടൂരിന്റെ മണ്ണിൽ അനിൽകുമാറിന് പകരം വെക്കാൻ മറ്റൊരു പേരില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഇത്തവണ 47,939 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തന്റെ മണ്ഡലം കാത്തു സൂക്ഷിച്ചത്. ഈ ഉജ്ജ്വല വിജയത്തോടെ അണികൾ അദ്ദേഹത്തെ 6ാം തമ്പുരാൻ എന്ന സവിശേഷത്തോടെയാണ് വരവേറ്റത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും മലപ്പുറം ജില്ലയുടെയും വികസനത്തിന് പുതിയ മന്ത്രിസഭയിലെ അനിൽകുമാറിന്റെ സാന്നിധ്യം കൂടുതൽ കരുത്തു പകരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.